ദൈവത്തിന് സ്തുതി. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും ഈ നോയമ്പ് സമയത്ത് നമസ്കാരം. ഇന്ന് 16-ാം ദിവസം ആകുന്നല്ലോ. ഇന്ന് നമ്മൾക്ക് ഒരു ദൈവം തന്നിരിക്കുന്ന വചനം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 തൊട്ട് 20 വരെയുള്ള അധ്യായത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ചിന്തിക്കാനായിട്ടാണ് അവസരം തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഉത്തമ ബീജങ്ങൾ നമ്മുടെ പാടത്തിൽ നമ്മൾ വിതയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ദൃഷ്ടാന്തത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് സുപരിചിതമായ ഒരു വചനമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇത് നീളമുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വായിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഉത്തമ ബീജത്തിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ വ്യാഖ്യാനവും യേശു ക്രിസ്തു ഇത് ഈ സമുദ്രത്തിൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ കരയിൽ വന്ന് നിന്ന് പ്രസംഗം ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഉദാഹരണങ്ങൾ, ഈ പാരബിൾസ് യേശുക്രിസ്തു പറയുന്നത്, അതിൻ്റെ അകത്ത് ദൃഷ്ടാന്തത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഉത്തമ ബീജത്തിൻ്റെ ദൃഷ്ടാന്തം എന്താണെന്നും വിതയ്ക്കുന്നതിൻ്റെ ദൃഷ്ടാന്തത്തിൻ്റെ വ്യാഖ്യാനം എന്താണെന്നും അത് അതിൻ്റെ അകത്ത് ഇപ്പോൾ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ ഇന്ന് പറ്റുന്നത്, ഇന്ന് നമ്മൾ ഈ ദൃഷ്ടാന്തത്തിൽ യഹോവയുടെ വചനവും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഈ ഉത്തമ ബീജം പാടത്തിൽ വിതയ്ക്കുന്നത് ആരാണ് എന്ന് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ബീജം എന്ന് പറയുന്നത്, വിതയ്ക്കുന്നവൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ യഹോവയുടെ സേവകൻ അല്ലെങ്കിൽ ഇവാഞ്ചലിസം ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അച്ഛന്മാർ, അല്ലെങ്കിൽ ബിഷപ്പ്മാർ, അല്ലെങ്കിൽ പാസ്റ്റർമാരാണ് ഇന്ന് നമ്മളെ ഈ ഉത്തമ ബീജം നമ്മളെ ശരിയായ രീതിയിൽ നമ്മളെ വിതയ്ക്കുന്നത്. അവർ അങ്ങനെ ബീജം വിതയ്ക്കുന്നവനായിട്ടാണ് അവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഈ വചനങ്ങൾ പറയുന്ന ആൾക്കാരാണ് ബീജം വയ്ക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ബീജം എന്ന് പറയുന്നത് യഹോവയുടെ വചനത്തിനെയാണ് അരി എന്ന് പറയുന്നത്. ഉത്തമ അരി എന്ന് പറയുന്നത് അത് യഹോവയുടെ വചനത്തിനെയാണ് പറയുന്നത്. ഭൂമി എന്ന് നല്ല പാടം എന്ന് പറയുന്നത്, നല്ല ഭൂമി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഹൃദയത്തിനെ, മനുഷ്യൻ്റെ ഹൃദയത്തിനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്നത് ഇതേ സാദൃശ്യം തന്നെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11 തൊട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സുപരിചിതമായ ഒരു വചനമാണ്. ഇതിൻ്റെ അകത്ത് നാല് രീതിയിലുള്ള ഒരു പാടത്തിനെ പറ്റി അല്ലെങ്കിൽ ഭൂമിയെ പറ്റിയാണ് പറയപ്പെടുന്നത്. കൃഷി സ്ഥലത്തെ പറ്റി പറയുന്നത്. മാർഗത്തിന് ആദ്യമായിട്ടുള്ള ആ മാർഗത്തിന് നമ്മൾ പോകുന്നതിൻ്റെ വഴിയിൽ നമ്മൾ ഈ കാണുന്ന ഭൂമിയിൽ നമ്മൾ ഇത് ഭൂമിയിൽ നമ്മളിത് അരി വിതയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കത് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ സാത്താനുണ്ടല്ലോ, ആ അരിയെ ഉണ്ടല്ലോ പിടിച്ചു പറിച്ച് കൊണ്ടുപോകും. അവിടെ മാർഗത്തിന് അഴിയിൽ നമ്മളൊരു ബീജത്തിനെ നമ്മൾ വിതച്ച് കഴിയുമ്പോൾ അവർ അതിനെ ഗ്രഹിക്കുന്നില്ല. അവരുണ്ടല്ലോ കഠിനമായ ഹൃദയം അവരുടെ ഉള്ളതുകൊണ്ട് ആ വചനത്തിനെ ആ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതിനാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മളെ സാത്താൻ അന്ധവിശ്വാസികളുടെ കൂടെ കൂടിക്കൊണ്ട് അവരെ ബുദ്ധിഹീനരാക്കി, അവരെ അന്ധരാക്കി തളർത്തുന്നു. എന്താ വെച്ചാൽ അവർ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ഈ വ്യക്തികൾ ദൈവികമായ രീതിയിൽ അവരുടെ യഹോവയുടെ തേജോമയ മഹിമയുണ്ടല്ലോ നമ്മൾ കാണാനായിട്ട് അവരെ തന്നെ പൂഴ്ത്തി പറയുന്നു, അവരെ തന്നെ വളർത്തി പറയുന്നു. നമ്മുടെ പള്ളികളിലും എല്ലാ കലീശകളിലും കാണുന്ന കാര്യങ്ങളാണ്. നമ്മൾ പല അതായത് റോങ് ടീച്ചിങ് തരുന്ന പല പാസ്റ്റർമാരും അച്ഛന്മാരും ബിഷപ്പ്മാരും എല്ലാം നല്ല ഇവാഞ്ചലിസം ചെയ്യുന്ന ആൾക്കാർ അവർ പിശാചികമായിട്ട് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നതും ആ വചനത്തിനെ അവർ മുൻപിൽ വയ്ക്കുന്നത്. എന്താ വെച്ചാൽ അവരെ തന്നെ പൂഴ്ത്തി പറയുന്നെങ്കിൽ നമ്മളെ ദൈവത്തെക്കാട്ടിലും വചനത്തെക്കാട്ടിലും വലുതായിട്ട് ആ വചനമല്ല അവരെ പൂഴ്ത്തി പറയാൻ വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ തേജോമയ പ്രകാശത്തിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ നമ്മൾ അവരെ ഇങ്ങനെയുള്ള റോങ് ടീച്ചിങ് തരുന്ന പാസ്റ്റർമാരും റോങ് ടീച്ചിങ് തരുന്ന ഇവാഞ്ചലിസം ചെയ്യുന്ന ആൾക്കാരും അച്ഛന്മാരും പാസ്റ്റർമാരും നമ്മൾ തെറ്റായിട്ട് ഇതാണ് ഏറ്റവും വലിയ ദോഷം. ഇത് വചനത്തിൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് ഇത് പറയുന്നുണ്ട്. രണ്ടാമത്തെ നിലപാടെന്ന് പറയുന്നത്, അതായത് കല്ലുകളുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ
നമ്മുടെ സന്തോഷത്തോടുകൂടി വചനത്തിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വേരുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭൂമിയിൽ അത് ഉറച്ചു നിൽക്കത്തില്ല. ആ വചന രൂപത്തിലുള്ള അരിയുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിൻ്റെ മണ്ണിൽ ഒരിക്കലും അത് ഉറച്ചു പിടിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു, നമുക്കുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ വേര് നമ്മുടെ ഇളകിപ്പോയിട്ട് നമ്മൾ വീണ്ടും പാപത്തിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. പക്ഷേ അത് നമ്മുടെ പ്രയാസഘട്ടത്തിൽ അത് ഇളകിപ്പോകുന്നു. അത് നമ്മുടെ യാക്കോബിൻ്റെ പുസ്തകം നമ്മൾ 1-ാം അധ്യായം 6-8 വരെ നമ്മൾ ഇതിനെ വായിക്കുമ്പോൾ നമുക്കിത് കാണാൻ പ്രത്യേകമായിട്ട് സാധിക്കുന്നത് എന്താണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. യാക്കോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 6-8 വരെ 6-8 വരെയിൽ പറയുന്നത് ഈ പ്രകാരമാണ്. അതായത് നീ വിശ്വാസത്തോട് നിന്നോട് ചോദിക്കുക, നീ സംശയമില്ലാതെ ചോദിക്കുക. ഞാൻ സംശയത്തോടുകൂടി ചോദിച്ചാൽ സമുദ്രത്തിൻ്റെ തിരമാലകൾ അടിക്കുന്നത് പോലെ കാറ്റത്ത് നിൻ്റെ ചിന്താഗതി പൊങ്ങിയും താണും നിൽക്കും. അങ്ങനെ വന്നിട്ട് നിനക്ക് യഹോവ ഒന്നും തരത്തില്ല. അതായത് നീ ദുശ്ചിന്തയിലും നിൻ്റെ എല്ലാ സംശയത്തിൽ നീ ജീവിക്കുമ്പോൾ നിൻ്റെ ജീവിതം ഉണ്ടല്ലോ എപ്പോഴും ഓളങ്ങൾ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസമല്ല. അത് നമ്മളെ ഉണ്ടല്ലോ മറ്റുള്ളവരെ നമ്മൾ കള്ളത്തരത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ ലൗകികമായ ജീവിതത്തിലെ നമ്മൾ കൂടുതൽ ആകർഷണം ചെയ്യുന്നതും അല്ലെങ്കിൽ ധനത്തിൽ വേണ്ടി നമ്മൾ ഓടിച്ചാടി നടക്കുന്നവരുമായിത്തീരുന്നത് അങ്ങനെയുള്ള ഒരു ഹൃദയമാണ്. രണ്ട് രീതിയിലുള്ള മനസ്സാണത്. അതായത് ഒന്ന് നമ്മളെ പണത്തിൻ്റെ പുറയും, മറ്റൊന്ന് ദൈവത്തിൻ്റെ പുറയും ഇങ്ങനെ നടക്കണം, ഇങ്ങനെ സംശയത്തിൻ്റെ പുറത്ത് നടക്കുന്ന ജീവിക്കുന്നവർ. അപ്പോൾ ഈ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ ഈ പറയുന്ന ഈ ലോകത്തിനോട് നീ സ്നേഹം ഈ ലൗകിക ജീവിതത്തിനോട് നീ സ്നേഹം വയ്ക്കല്ല്. ലൗകിക ജീവിതത്തിനോട് നീ സ്നേഹം വെച്ചാൽ നീ സാത്താനെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. നിൻ്റെ ഈ കാണുന്ന ഭൂമി ലോകത്തിനെ നീ കൂട്ടുപിടിക്കല്ല്. ലോകത്തിനെ പിടിച്ചു വെച്ചാൽ സാത്താനെ കൂട്ടുപിടിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ആത്മീയപരമായ ജീവിതത്തിൽ നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കണം. അടുത്തതായിട്ടുള്ളത് നല്ല ഭൂമിയിലെ പറ്റിയാണ് നമ്മളിവിടെ ചിത്രീകരണം കാണുന്നത്. നല്ല ഭൂമിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം നല്ല ഭൂമിയായി മാറുന്നു. നല്ല ഹൃദയം ആകുമ്പോൾ അതിൻ്റെ അകത്തിടുന്ന അരി നിശ്ചയമായിട്ടും ആ അരി ഉണ്ടല്ലോ നല്ലതുപോലെ വിതച്ച് നല്ലതുപോലെ നമുക്ക് നമ്മുടെ ക്രോപ്പ് എടുക്കാനും നമുക്ക് നല്ല കൂടുതൽ വിളവ് വരുന്ന ഒരു ഹൃദയമായി മാറും. അപ്പോൾ നമുക്ക് 30, 60, 100 മെനിയായിട്ട് നമുക്കത് ഫലങ്ങൾ നമ്മൾ കായ്ച്ചു കിട്ടും. അപ്പോൾ നമ്മുടെ ഹൃദയം താഴ്മയുള്ളതും നമ്മളത്തെ എല്ലാ രീതിയിൽ കൂടെ നമുക്കതിൽ ഉത്തമമായ അതിനെ സങ്കീർത്തനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. എന്താണ് അവിടെ കാണുന്നത്? അതായത് സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെയും കരയിലുള്ള വൃക്ഷത്തിൽ എപ്പോഴും ഫലങ്ങളുണ്ട്, അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ മറ്റുള്ളിടത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ അതായി മാറണം. നമ്മൾ വചനത്തിൻ്റെയും നമ്മൾ നല്ല ഉത്തമമായ ഭൂമിയുടെയും വചനം നമ്മൾ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ സമുദ്രത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അടിയിൽ കിടക്കുന്ന വൃക്ഷം പോലായി നല്ല കായ്പുള്ള വൃക്ഷമായി മാറേണ്ട അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് നല്ല ഫലങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കായ്ക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ദൈവവചനത്തിന് അനുസരിച്ച് ജീവിക്കത്തുള്ളൂ. ഉത്തമമായ ഒരു വൃക്ഷമായി മാറത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കാനായിട്ട് നമ്മൾ നല്ല ഉത്തമമായ ഹൃദയരൂപി ആയ മണ്ണിൽ നമ്മൾ നല്ല ഉത്തമമായ ധാന്യങ്ങളിട്ട് കഴിയുമ്പോൾ കൂടുതൽ ഫലം നമ്മൾക്ക് കായ്ക്കത്തക്ക രീതിയിൽ നമ്മളായിത്തീരണം. ഇതാണ് അവിടെ നമ്മളെ ബോധവൽക്കരണം ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെയുള്ള ഭൂമിയാണ് വേണ്ടിയത്. ഒന്നാമത് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് വചനം എല്ലാവർക്കും ഒരുപോലാണ് ദൈവം കൊടുക്കുന്നത്. പക്ഷേ ദൈവം ഒരിക്കലും പക്ഷപാതം കാണിച്ച് വചനം കൊടുക്കുന്നില്ല. ഇന്ന് പ്രോണം എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ പുറത്തല്ല, ഇന്ന് ഭൂമിയുടെ പുറത്താണ് പ്രോണം.
ഇന്ന് ഭൂമിയുടെ പുറത്ത് വചനം അരി നല്ല ഉത്തമ അരിയാണ്. പക്ഷെ നമ്മുടെ ഭൂമിയോ, അതായത് നമ്മുടെ ഹൃദയമായ ഭൂമിയോ അത് സ്വീകാര്യമില്ലാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇബ്രാനിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മളിത് കാണാൻ സാധിക്കുന്നത് എന്താണ്? നമ്മൾ ഇബ്രാനിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളൊന്ന് നോക്കാം, പരിശോധിച്ച് നോക്കാം നമ്മളെ തന്നെ. അതായത് നമ്മൾ വചനം ജീവനുള്ളതും ശക്തിയുള്ളതും അതുപോലെ രണ്ട് സൈഡിലും മൂർച്ചയുള്ള വാളിനെ പോലാകുന്നു. അതുകൊണ്ട് അത് ആത്മാവിൽ കയറി അതിൻ്റെ നമ്മുടെ മാംസത്തിലും അതുപോലെ നമ്മുടെ ഇത് എല്ലാ രീതിയിലും നമ്മളെ ഭേദിക്കുകയും അത് സെപ്പറേറ്റ് ആക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മുടെ ചിന്താഗതിയും നമ്മുടെ തിങ്കിങ്ങിനെ എല്ലാം അത് നല്ലതായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വചനം എന്ന് പറയുന്നത് രണ്ട് സൈഡിനും മൂർച്ചയുള്ള ആഴമുള്ള ഒരു വാളായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. ഈ വാളെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ഈ വചനം ഇത്രമാത്രം ഉള്ളിലോട്ട് കയറുമ്പോൾ സത്യവും അസത്യത്തിനെയും അത് വിഭജിക്കാനുള്ള ഒരു ശക്തി ആ വാളിനുണ്ട്. ആ വചനത്തിൻ്റെ വാള് നമ്മൾ സത്യം എന്തുവാണ്, അസത്യം എന്തുവാണും, ധർമ്മം എന്തുവാണ്, അധർമ്മം എന്തുവാണും എല്ലാ കാഴ്ചപ്പാടിനെയും കാണാൻ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ കയറുമ്പോൾ, നമ്മുടെ മാംസത്തിനുള്ളിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കയറുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള രണ്ട് സൈഡ് മൂർച്ചയുള്ള ഈ വചനത്തിനെ നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൂട്ടിക്കൊണ്ട് നമ്മൾ പോകേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നല്ല ഒന്നാന്തര കായ്പുള്ള വൃക്ഷമാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഭൂമിയിൽ അതിനെ നമ്മൾ നല്ല ഉറച്ച വേരുള്ളതാക്കി തീർക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ. വചനം യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 22 പറയുന്നത്, നീ വചനം കേട്ടോണ്ട് അർത്ഥമില്ല, പക്ഷേ അത് സ്വീകാര്യമായിക്കൊണ്ട് അത് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കുമ്പോൾ മാത്രമേ നിനക്ക് അത് ജീവിതത്തിൽ പ്രയോജനമുള്ളൂ. അതിന് നമ്മളൊരു ഉത്തമമായൊരു കഥ നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു കൃഷിക്കാരന് എല്ലാ വർഷവും കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഭാഗത്ത് കല്ലുള്ളിടത്ത് അവനൊന്നും നടാൻ പറ്റുന്നില്ല. അതേസമയം കുറച്ച് ചെടികളും ഒക്കെ ഉള്ള അവിടെ ഉണ്ടാക്കുന്ന വിളവ് അവിടെ തന്നെ അത് നശിച്ചു പോവുകയാണ്. എന്നാൽ അവന് എവിടെ മണ്ണ് ഉണ്ടായിരുന്നോ കല്ലുകളും മണ്ണുകളും എടുത്തു കളഞ്ഞിട്ട് അവിടെ വൃത്തിയാക്കി അവിടെ കറുത്ത മണ്ണിട്ട് വളവും ഇട്ടിട്ട് അവിടെ കൃഷി ചെയ്തു. അവിടെ അവന് ഉത്തമമായ ഇഷ്ടം പോലെ വിളവ് അവന് കിട്ടി. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൽ പാപങ്ങളുടെ കല്ലുകളും മുള്ളുകളും ഒക്കെയുള്ള അതിനെ എടുത്ത് ദൂരെ മാറ്റി കളഞ്ഞ് അവിടെ നല്ല വചനത്തിൻ്റെ മണ്ണുകളിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് അരിയിട്ട് വിതയ്ക്കുമ്പോൾ നിശ്ചയമായിട്ട് കൂടുതൽ വിളവുള്ള ഒരു കൃഷിപ്പാടമായി മാറും. അപ്പോൾ നമുക്ക് കൂടുതൽ ഫലം നമ്മുടെ ജീവിതത്തിൽ കിട്ടുകയും ചെയ്യും. ഇതാണ് യഹോവ നമ്മളോട് പറയുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നത്. യഹോവ നമുക്ക് നല്ല ഉത്തമമായ അരിയാണ് നമുക്ക് തരുന്നത് വിതയ്ക്കാൻ വേണ്ടി. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അതിൽ വിതയ്ക്കുമ്പോൾ നല്ല രീതിയിൽ അത് കൃഷിപ്പാടങ്ങൾ വൃത്തിയാക്കിയിട്ട് നമ്മളത് അരി അവിടോട്ട് ഇടണം. എങ്കിൽ മാത്രമേ അത് ആ വിതപ്പിൽ കൂടി നല്ല വിളവ് നമുക്ക് കിട്ടാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഈ 16-ാം ദിവസത്തെ ഈ ഉപവാസത്തെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ആത്മപരീക്ഷണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭൂമിയെ പറ്റിയാണ് ആത്മപരീക്ഷണം നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഭൂമിയുടെ നല്ല ഒന്നാന്തരമായിട്ട് കല്ലും പാടുകളും മുള്ളുകളും എല്ലാം മാറ്റിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഭൂമിയാണോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കഠിനമായ കാര്യങ്ങൾ, അതായത് ക്ഷമയും പൊങ്ങച്ചവും അല്ലെങ്കിൽ ധൈര്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് മാറ്റേണ്ടിയിരിക്കുന്നു. മൂന്നാമത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മുള്ളുകളെ മാറ്റേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ ഹൃദയത്തിൽ രഹസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങളുണ്ട്, ആ പാപങ്ങളെ എടുത്ത് മാറ്റേണ്ടിയിരിക്കുന്നു. നാലാമത് ഈ ലൗകികമായ
ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പല പ്രയാസങ്ങളും വിഷമങ്ങളും ഘട്ടങ്ങളും വരും. ആ സമയത്ത് അതെല്ലാം നമ്മൾ യഹോവയിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ട്, അതായത് 1 പത്രോസ് 5-7 വാക്യത്തിൽ പറയുന്നത്, നിൻ്റെ ചിന്തകളെല്ലാം എന്നിൽ തരുവി, ഞാൻ നിൻ്റെ ചിന്തകളെ നീക്കം ചെയ്യും, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന മാതിരി നമ്മുടെ എല്ലാ ആ പ്രയാസങ്ങളെ നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഉത്തമമായ ജീവിതം നമ്മൾ ആക്കി തീർക്കണം. അത് അപ്പോൾ 5 നമ്മൾ പറയുന്നത്, പ്രാർത്ഥനയിൽ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം, ആത്മാവിൻ്റെ ഫലം നമ്മൾ സൃഷ്ടിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥന. ഗലാത്യയുടെ പുസ്തകം 5:22-23 പറയുന്ന ഈ പ്രകാരമാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭൂമിയിൽ നമ്മൾ സൃഷ്ടിച്ചു കഴിയുമ്പോൾ, അതായത് ക്ഷമയും ധൈര്യതയും കള്ളം പറയാതിരിക്കുകയും നമ്മുടെ വ്യഭിചാരം ചെയ്യാതിരിക്കുകയും അങ്ങനെ നമ്മൾ പേഷ്യൻസോടുകൂടി ജീവിക്കുക, അങ്ങനത്തെ 9 ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ആ മണ്ണിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ, ആ നല്ല വളമിട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വിതയ്ക്കുന്ന അരി നമുക്ക് ഉത്തമമായ ഫലം നമുക്ക് നൽകാൻ സാധിക്കും. ഇതിൽ കൂടി നമുക്ക് ഈ മേളിൽ പറഞ്ഞ മർക്കോസിൻ്റെ ഈ വചനത്തിൽ കൂടെ 1 തൊട്ട് 20 വരെയുള്ള 4 അധ്യായത്തിൽ നമുക്ക് കാണുന്നത്, വചനം എപ്പോഴും സാമർഥ്യമുള്ളതും ശക്തിശാലിയായിട്ടുള്ള വചനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും സാത്താൻ വളരെ ശക്തിയോടുകൂടി നമ്മളെ ഈ വചനം സ്വീകരിക്കാതിരിക്കാൻ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഈ ലോകം എന്ന് പറഞ്ഞാൽ, ഈ ലൗകിക ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആകർഷണമുള്ളതാണ്. നമ്മളെപ്പോഴും അതിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ആജ്ഞാകാരിയായിക്കൊണ്ട്, നമ്മളൊരു ഒബീഡിയൻ്റ് ആയിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ കൂടുതൽ നമ്മുടെ ആത്മാവിൻ്റെ ഫലത്തിനെ വികസിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചോണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഇന്ന് നമുക്ക് എന്താണ് തീരുമാനമെടുക്കേണ്ടത്? ദൈവമേ, പിതാവേ, എൻ്റെ ഹൃദയത്തിനെ ഉത്തമമായ ഭൂമിയാക്കി മാറ്റി തരുവീൻ, എങ്കിൽ മാത്രമേ നിൻ്റെ വചനത്തിനെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഇന്ന് നമ്മൾ ഈ സന്ദേശത്തിൽ കൂടി, ഈ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഉത്തമമായ അരി നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉത്തമമായ ഭൂമിയാക്കി മാറ്റാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. ഈ വചനം നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന്, ഈ നോയമ്പ് സമയത്ത് നമുക്ക് നല്ല ഒരു മാർഗദർശനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വയ്ക്കുന്നു. എല്ലാ വ്യക്തികൾക്കും ആശംസകൾ. എല്ലാ കുടുംബത്തിനും ഈ വചനങ്ങൾ പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വയ്ക്കുന്നു. ആമീൻ.